ഈ പകുതി അവിടെ കൊടുത്താൽ നല്ലൊരു കുട്ടി ഉമ്മ സാറിന് താങ്ക്സ്. താങ്ക് യു മോളെ. ഹഗ് യു. ഗോഡ് ബ്ലെസ് യു മോളെ. അടിപൊളിയല്ലേ? ഈ നോക്കി അടിപൊളി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ജനുവരി 15-ാം തീയതി വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഒരുപാട് ജോലികളൊക്കെ ഉള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പപ്പയും എന്നോടൊപ്പം തന്നെ എഴുന്നേറ്റിട്ട് ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ 5 മണിക്ക് ഞാൻ മാത്രമാണ് സാധാരണ എഴുന്നേക്കാറ്. പപ്പയൊക്കെ കുറച്ച് ലേറ്റായിട്ട് 6:30 കൂടിയാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് തന്നെ എഴുന്നേറ്റ് ജോലികൾ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അതിനോടൊപ്പം തന്നെ യൂണിറ്റിൻ്റെ ഞങ്ങളുടെ കുടുംബ യോഗം നടക്കുന്നതും നമ്മളുടെ വീട്ടിലാണ്. അത് അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾക്കത് കിട്ടിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമല്ലേ സാധാരണ ആകുക. ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയോട് കൂടിയിട്ടുള്ള ആ ഒരു ദിവസം വളരെ അത്ഭുതകരമായിട്ട് നമ്മൾക്ക് കിട്ടി. ഏതായാലും ഇന്നത്തെ ദിവസം കൂടുതൽ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലൊന്നും ചെയ്യാനുള്ള നേരമില്ലാത്തൊരു ദിവസമാണ്. കാരണം നമുക്ക് വേറെ കുറേ ജോലികളുണ്ട്. അപ്പോൾ പാചകമൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് കാലത്ത് ഈ ഒരു ഉപ്പുമാവ് ബ്രേക്ക്ഫാസ്റ്റിന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനും റയനും കൂടി മാതാവിനെ അലങ്കരിക്കാനുള്ള പൂക്കളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുള്ളത് കൊണ്ടാണ് പാചകമൊന്നും ഞാൻ ചെയ്യാതിരുന്നത്. എല്ലാം കൂടി നടക്കില്ല. അപ്പോൾ നമ്മളുടെ ഇടവകയിൽ 35 യൂണിറ്റുകളാണുള്ളത്. അത് 5 ബ്ലോക്കുകളാക്കി 5 യൂണിറ്റുകളുള്ള ബ്ലോക്കുകളാക്കിയിട്ട് 5 ബ്ലോക്കുകൾ. അപ്പോൾ നമ്മളുടെ യൂണിറ്റ് 10ാമത്തെ യൂണിറ്റാണ്. അപ്പോൾ ഓരോ യൂണിറ്റിലും ഓരോ സെയിൻറ്റിൻ്റെതോ അല്ലെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഒരു രൂപങ്ങൾ ഉണ്ട്. സ്വന്തമായിട്ട് നമ്മൾ മേടിച്ച് അങ്ങനെ യൂണിറ്റിൽ ഓരോ വീടുകളിലും കൊണ്ടു നടക്കും. അപ്പോൾ നമ്മളുടേത് മാതാവാണ്. അപ്പോൾ ആ ഒരു മാതാവിൻ്റെ രൂപം യൂണിറ്റ് മീറ്റിംഗ് കഴിയുന്ന ആ വീട്ടിൽ നിന്ന് അടുത്ത മീറ്റിംഗ് നടക്കുന്ന വീട്ടിലേക്ക് അന്നേ ദിവസം കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം ആ മാതാവ് നമ്മളുടെ വീട്ടിൽ ഇരിക്കും. അതിനുശേഷം അടുത്തൊരു മീറ്റിംഗ് വന്നിട്ട് ആ മീറ്റിങ്ങിൻ്റെ അന്നാണ് അടുത്ത വീട്ടിലേക്ക് മാതാവിനെ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ മാസം നമ്മളുടെ വീട്ടിൽ മാതാവ് വന്നിരിക്കുന്നതാണ്. ഇന്ന് മാതാവ് തിരിച്ചു പോകുന്നൊരു ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് പാചകം ഞാൻ അങ്ങോട്ട് വേണ്ട എന്ന് വിചാരിച്ചത്, ഉച്ചക്കത്തെ പാചകം. കാരണം നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ചിക്കൻ മന്തി ഇരിക്കുന്നുണ്ട്, പിന്നെ ചോറും കറികളും ഉണ്ട്. ചോറ് ഇത്തിരി വെക്കണം, കറികളുണ്ട്. ചോറ് മാത്രം വെച്ചാൽ മതി പപ്പയ്ക്ക് വേണ്ടിയിട്ട്. എനിക്കും റയനും ചിക്കൻ മന്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അതേ പപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് ഞാൻ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. കാരണം അധികം ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ. അപ്പോൾ വളരെ കുറച്ചേ കഴിച്ചിട്ടുണ്ടാകുന്നുള്ളൂ. അതിനുശേഷം ഞാനും റയനും കൂടി ഇതേ നട്ടു ഉച്ചക്കാണ് ഇറങ്ങണത്. 12 മണിയായിട്ടുണ്ട്. കാരണം പപ്പ വേറൊരു സാധനങ്ങൾ ഓർഡർ ചെയ്യാനും മേടിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ട് കുറേ ലേറ്റായിട്ടാണ് വന്നത്. ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് വരണേന്ന് പറഞ്ഞെങ്കിലും പപ്പ കുറേ ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നട്ടു ഉച്ചക്കാണ് ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചത്. ഒരു 10:30 മണിയോടുകൂടി ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഇറങ്ങിയത് നട്ടുച്ചക്ക. ഭയങ്കര വെയിലും ചൂടും. എങ്കിലും ഞങ്ങൾ നടന്നാണ് പോകുന്നത് കേട്ടോ. കാരണം അധികം ദൂരമില്ല. പിന്നെ കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ പപ്പ വരണം. അപ്പോൾ റൂബി ഒറ്റക്കായി പോകും. അതുകൊണ്ട് ഞങ്ങൾ പോയിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ വഴിയിൽ കൂടി നടക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഞാൻ കാണിക്കണം. കാരണം നമ്മൾ ഈ വഴി കൂടി കാറിൽ മാത്രമേ പോയി നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊന്നും കാണിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീടെല്ലാം എന്തൊരു ഭംഗിയാണ് കാണാനെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ മതിലിൽ നിറയെ ചെടികൾ ഇങ്ങനെ പിടിപ്പിച്ച് കയറ്റിയേക്കണം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു വീട്ടിലായിരുന്നു നമ്മളുടെ കരോളിൻ്റെ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ആ വീട്ടിൽ നിന്നാണ് കേട്ടോ. ആ വീട്ടിലായിരുന്നു നമ്മൾ കയറിയിട്ട് ആദ്യത്തെ കരോള് ആ വീട്. അപ്പോൾ അത് ഇരുട്ടത്തായതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ വന്ന വഴിക്ക് ആ ബൊഗൈൻ വില്ലയൊക്കെ പിടിച്ച് നിൽക്കുന്നതൊക്കെ ഭയങ്കര ഭംഗിയായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്താണ് കേട്ടോ. അതൊക്കെ വഴിയിൽ പിടിപ്പിച്ചേക്കുന്നതാണ്. കാരണം ഞങ്ങൾക്കിവിടെ സ്ഥലം എല്ലാവർക്കും പരിമിതമാണെന്ന് ഞാൻ പറഞ്ഞല്ല. ഭയങ്കര വില പിടിച്ച സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സ്ഥലമുള്ളൂ. അപ്പോൾ മുറ്റത്ത് വഴിയിലും ഒക്കെ, അതായത് മുറ്റമില്ലാത്തതുകൊണ്ട് വഴിയിലൊക്കെയാണ് ആളുകൾ ചെടികൾ
ഭയങ്കര ആഗ്രഹമുള്ള ആളുകൾ ഇങ്ങനെ പിടിപ്പിച്ച് വെക്കണം. അപ്പോൾ ഒരുപാട് ബൊഗെയിൻവില്ലയുടെ കുറേ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് അയ്യോ അത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിക്കണം. അങ്ങനെ വഴിനീളെ ബൊഗെയിൻവില്ലകൾ പല കളർ ആളുകൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് 50 ഫീറ്റ് റോഡാണ്, 50 അടി റോഡ്. അപ്പോൾ ഈ സ്നേഹ ഫ്ലവേഴ്സിലാണ് നമ്മൾ പൂ മേടിക്കാനായിട്ട് വന്നത്. അവരുടെ ഒരു ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പുറത്തുണ്ട്, അത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത്. ഇത് ഫ്രീസറാണ്, ഫ്രീസറിൽ പൂ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ പൂക്കൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ നിന്ന് എടുത്തിട്ട് പാക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണിപ്പോൾ ഞാൻ ചെയ്തത്. ഫ്രീസറിൻ്റെ അകത്ത് കയറിയിട്ടാണ് പൂവ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ റോസൊന്നും ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇത്തിരി പഴകിയ റോസൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ മൊത്തത്തിൽ വെള്ള പൂ മാത്രം മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയിച്ചപ്പോൾ റോസ് ഞാൻ ഉദ്ദേശിച്ച പോലെ ചെറിയ റോസൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഇങ്ങനെ ഇത്തിരി വലിയ മൊട്ടുകൾ, അതും കുറച്ച് പെറ്റൽസ് എല്ലാം ചുറ്റുമുള്ളത്, ഒരുവിധം പഴകി അങ്ങനെയൊക്കെയാണ് കിട്ടിയത്. എങ്കിലും ഭയങ്കര വിലയുമായിരുന്നു, ഭയങ്കര വില. മുല്ലപ്പൂവിനൊക്കെ 125 രൂപ ഒരു മുഴത്തിന്. ആ ഒരു ദിവസത്തെ വില അതാണ്. ചില ദിവസങ്ങളിൽ വില കുറവായിരിക്കാം. അപ്പോൾ അതേ കറികളുണ്ട് കേട്ടോ. ഇത് ചാളക്കറി വെച്ചത്, കുഞ്ഞു ചാള വെച്ചതും, പിന്നെ മന്തി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും വേണ്ട. അപ്പോൾ ഭയങ്കര ടയർഡായിട്ടാണ് ഞങ്ങൾ വന്നത്. തിരിച്ചു വന്നപ്പോൾ ഓട്ടോക്ക് പോകുന്നത്, അല്ലെങ്കിൽ പൂവ് വെയിലത്ത് വാടിപ്പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോക്കാണ് പോകുന്നത്. വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ റൈൻ അവിടെ വെച്ച് പറയും, മമ്മി നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ടും പോയാൽ പറഞ്ഞു ഇപ്പോൾ വീട്ടിലെത്തുമല്ല, വീട്ടിൽ ചെന്നിട്ട് നാരങ്ങ പിഴിയാം എന്ന് പറഞ്ഞിട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞെടുത്താണ് കേട്ടോ വന്നു കഴിഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ 3 ആളും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം മാതാവിനെ ഈ ഒരു TV സ്റ്റാൻഡിൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളുടെ നല്ല ചതുരത്തിലെ ഒരു മേശയൊക്കെ ഉള്ളത് മുകളിലാണ്. അപ്പോൾ ശരിക്കും ചതുരത്തിലൊരു മേശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അത് മുകളിൽ ഇതൊക്കെ എടുത്തുകൊണ്ട് വരികയല്ലേ ബുദ്ധിമുട്ടാണ്, അത് നടപടിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ താഴെയുള്ളതാകെ ഈ ഒരു TV സ്റ്റാൻഡാണ്. അതാണെങ്കിൽ ഒരു ഓവൽ ഷേപ്പ് പോലെയൊക്കെയാണ് ഇരിക്കും. ഓവലല്ല, അങ്ങനെ ഒരു ഉരുണ്ടിരിക്കുന്ന ഒരു ഷേപ്പാണ്. എനിക്കൊരു സ്ക്വയറിൻ്റെ ഒരു മേശയായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ അത് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഉള്ളത് ഞാനെടുത്ത്. അപ്പോൾ നമ്മളുടെ ഈ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും തുണി വെച്ചിട്ടുള്ള കുറച്ച് അലങ്കാരങ്ങളൊക്കെ ഉണ്ട് മാതാവിൻ്റെ മേശയിൽ ചെയ്യുന്നത്. ആ അലങ്കാരങ്ങൾ ചെയ്യാനൊക്കെ എനിക്കറിയാമെങ്കിലും അതിന് പറ്റിയ തുണികളൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ള സാരി ഇതൊക്കെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഭൂരിഭാഗം സ്ഥലങ്ങളിലും മാതാവിൻ്റെ അലങ്കാരങ്ങൾ ബ്ലൂ ആൻഡ് വൈറ്റ് വെച്ചിട്ടാണ് സാധാരണ ചെയ്യുക. രാജാവിൻ്റെ അമ്മ എന്നുള്ള ആ ഒരു പണ്ടത്തെ ഡ്രസ്സിങ്ങാണ് ബ്ലൂ ആൻഡ് വൈറ്റ് ഡ്രസ്സ്. രാജാവിൻ്റെ അമ്മമാർ ഉടുക്കുന്ന ഡ്രസ്സ് ബ്ലൂ ആൻഡ് വൈറ്റ്. അതാണ് മാതാവ് അണിഞ്ഞിരിക്കുന്ന ബ്ലൂ ആൻഡ് വൈറ്റ് ഡ്രസ്സ്. പക്ഷേ വിരിപ്പ് നമുക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് വേണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഭൂരിഭാഗം ആളുകളും ബ്ലൂ ആൻഡ് വൈറ്റ് വെച്ചിട്ടായിരിക്കുള്ളൂ വിരിപ്പും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ബ്ലൂ ആൻഡ് വൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉടുപ്പല്ലേ ബ്ലൂ ആൻഡ് വൈറ്റ് അത്യാവശ്യം വേണ്ടത്, അതേതായാലും ആ ഒരു രൂപത്തിൽ ബ്ലൂ ആൻഡ് വൈറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നും പറഞ്ഞിട്ട് ഞാനങ്ങനെ ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ സാരി വെച്ചിട്ടുള്ള കുറച്ച് പ്ലീറ്റ്സ് എടുത്ത് പിൻ ചെയ്യുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതൊന്നും ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. കാരണം നമുക്ക് നേരം ഒത്തിരി പോകും. അങ്ങനെ ഒരുപാട് നേരം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 6:30 മണിയോടുകൂടി ഓരോരുത്തർ വന്നു തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഒരുക്കങ്ങൾ തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് വെറുതെ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കണേന് കേട്ടോ. അങ്ങനെ ഞാനിത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ സമയത്ത് നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇവൻ പോയി മേടിച്ച് കൊണ്ടുവന്നേക്കണെയാണ് ഗിഫ്റ്റ്. ഞങ്ങളുടെ ആദ്യത്തെ 31ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് സന്തോഷം കൊണ്ട് എന്ത് പറഞ്ഞോന്ന് അറിയാൻ പാടില്ല, അത്രയും സന്തോഷം. ഇത് വരാൻ പോണ മോളുടെ ഗിഫ്റ്റാണ് വന്നേക്കണത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട്. ശരിക്കും ഞാൻ കണ്ണു നിറഞ്ഞിട്ട് എടുക്കണത്. ഞാനിപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ബാക്കിൽ അതാ കാണുന്നത്. ഇന്നിപ്പോൾ ഇവിടെ മാതാവ് പറഞ്ഞ ദിവസവും കൂടി, മാതാവ് ഇന്ന് യൂണിറ്റ് മീറ്റിംഗാണ്, മാതാവ് പോണ ദിവസമാണ് ഇവിടുന്ന്. അപ്പോൾ ഇന്ന് അതും എല്ലാം കൂടി ചേർന്നിട്ടൊരു സന്തോഷമാണ് നമുക്ക്. എന്താ മനോഹരമായി പാക്ക് ചെയ്ത്, അതിനെ എല്ലാവരുടെ പാക്കിംഗ് അല്ല.
ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത് റിച്ചാർഡ് പറഞ്ഞേക്കണതാണ് അല്ലേ? അതെ, തുറന്നു നോക്കിയത് പെർഫ്യൂമാണെന്ന് തോന്നുന്നുണ്ട്. ഇത് തുറക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുമോ റയൻ? ഇതൊക്കെ പെർഫ്യൂമാണ്, ഇത് രണ്ടും പെർഫ്യൂമാണ്. ഈശ്വരാ, താങ്ക് യു മോളെ സാധനക്കുട്ടി ഉമ്മ. താങ്ക്സ്. അടിപൊളി, അടിപൊളിയല്ലേ? ഇത് നമ്മൾ കുറേ നോക്കി ഇരുന്നിട്ടുണ്ട്. താങ്ക് യു മോളെ. എന്ത് പറഞ്ഞോന്നറിയില്ല, അത്രയും സന്തോഷം. പിന്നെ എന്തുട്ടാ ബ്രേസ്ലെറ്റ്, എനിക്കിഷ്ടമല്ലേ ഇത്? യെസ്. അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റിലാണോ അല്ലേ? മാഗ്നറ്റാണോ ഇത്? യെസ്. താങ്ക് യു. ചോക്ലേറ്റ്സ്. കുനാഫ ചോക്ലേറ്റ് അല്ലേ? കുനാഫ ചോക്ലേറ്റ് ടോബ്ലറോ, കുനാഫ ടോബ്ലറോ. താങ്ക് യു മോളെ. ഹഗ് യു. ഹഗ് ഇറുക്കിയൊരു അതാണല്ലേ. ലവ് യു മോളെ ഉമ്മ. താങ്ക് യു വെരി മച്ച്. ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു ഗിഫ്റ്റ് പുറത്തുനിന്നൊരു കുട്ടി. കാരണം നമ്മുടെ വീട്ടിലെ കുട്ടിയാകാൻ പോകുന്നില്ലേ ഉള്ളു, അതിന് മുൻപേ മോളുടെ ഗിഫ്റ്റ്. ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു മോളെ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം ഈ കാണുന്ന ഗിഫ്റ്റുകളാണ്. ഈ ഗിഫ്റ്റിൻ്റെ വിലയല്ല, അത് തരാൻ കാണിച്ച മനസ്സ്, അതാണ് നമ്മൾ വില കൽപ്പിക്കുന്നത്. പപ്പക്ക് പെർഫ്യൂം ഇഷ്ടമാണെന്നുള്ളതറിയാം. അതുകൊണ്ട് തന്നെ ലൂയി വിട്ടോണിൻ്റെ പെർഫ്യൂമും പിന്നെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കുപ്പി എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. അത് ഞാൻ ഒരുപാട് നാളായി അതിങ്ങനെ നോക്കുമായിരുന്നു, പക്ഷെ മേടിച്ചിട്ടില്ല. ഭയങ്കര വിലയായിരിക്കും എന്ന് തോന്നിയിട്ട് ഞാൻ അതിനോട് വില ചോദിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം. ആ കുട്ടിക്ക് അറിയ പോലും ഇല്ല എനിക്കിത് ഞാൻ കണ്ടിട്ടുണ്ടെന്നോ ഇഷ്ടപ്പെട്ടെന്നോ. അത് മനസ്സറിഞ്ഞ് എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നി. അതുപോലെ ഈ ഫ്രിഡ്ജ് മാഗ്നറ്റിൽ ഈ ഒരു ഫോട്ടോ, അത് ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു ശരിക്കും വലിയൊരു സർപ്രൈസായിട്ട് തോന്നിയൊരു സംഭവമാണത്, ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടാക്കിയത്. അതും മോള് നമ്മളുടെ വീഡിയോയിൽ കാണിച്ച ഫോട്ടോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തിട്ടാണെന്ന് തോന്നുന്നുണ്ട് ആ ഫോട്ടോ എടുത്തിട്ട് മോളത് ചെയ്യിച്ചേക്കുന്നത്. കാരണം അവർക്ക് ഞാൻ ഫോട്ടോയൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മളുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബുദ്ധിമുട്ടി അതിനകത്ത് നിന്ന് ക്യാപ്ചർ ചെയ്തൊക്കെ എടുത്തതിന് ശേഷമാണ് അതങ്ങനെ ചെയ്യിച്ചെടുത്തേക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ വില ഞാൻ കൽപ്പിക്കുന്നു, ആ മനസ്സിന് അങ്ങനെ ചെയ്യാൻ ഉള്ള തോന്നലുകൾ എല്ലാം. അപ്പോൾ റിച്ചാർഡ് എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, മമ്മി സാറ്റിന മമ്മിയുടെ പോലെ തന്നെയാണ് കേട്ടോ. മമ്മി ഇങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റുകൾ കൊടുക്കാനും സർപ്രൈസ് ചെയ്യാനൊക്കെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് സാറ്റിന എന്ന് റിച്ചാർഡിൻ്റെ അടുത്ത് പറയുമായിരുന്നു. പക്ഷേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതിൻ്റെ ആ ഒരു റിച്ചാർഡ് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അത്രയും സന്തോഷമുള്ളൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി വന്ന് ആകെപ്പാടെ വേർത്ത് കുളിച്ച് ഭയങ്കര ചൂടായിരുന്നല്ല. അപ്പോൾ അങ്ങനെ ഈ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു റയനെ കോൾ ചെയ്തിട്ട് അത് നമ്മൾക്ക് പാഴ്സൽ വന്നിട്ടുണ്ട് എടുക്കണം എന്ന് സാറ്റിന കുട്ടി പറഞ്ഞത്. അപ്പോൾ അവനാണ് പോയിട്ട് എടുത്തത് കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നി. എത്ര പറഞ്ഞാലും തീരാത്ത സന്തോഷം. ഞാൻ നിങ്ങളുടെ അടുത്ത് റിച്ചാർഡ് എനിക്ക് 2ാം ക്ലാസ്സിലെന്തോ പഠിക്കുക, 6 വയസ്സ് 7 വയസ്സ് അതൊന്ന് തോന്നണം. ആ ഒരു പ്രായത്തിലാണ് എനിക്ക് ഫസ്റ്റ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു അലുമിനിയത്തിൻ്റെ മോതിരം. അത് ഞാൻ ഇന്നും എൻ്റെ ഗോൾഡിൻ്റെ ഒപ്പമാണ് ഞാൻ സൂക്ഷിച്ചേക്കുന്നത്. അലുമിനിയത്തിന് ഗോൾഡിനേക്കാളും വിലയാണ്, കാരണം അവൻ്റെ മനസ്സാണ് എനിക്ക് അവൻ തന്നേക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ സാറ്റിനക്കുട്ടിയുടെ മനസ്സാണ് അവൾ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഗിഫ്റ്റിനെ കാണുന്നത്. അല്ലാതെ ഇപ്പോൾ ഗിഫ്റ്റിന് എത്ര രൂപ ചിലവാക്കി അതിൽ യാതൊരു കാര്യമില്ല. ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഈ അലുമിനിയത്തിൻ്റെ മോതിരം അവനെനിക്ക് തന്നപ്പോൾ ആ കുഞ്ഞിനെ ഞാൻ അന്നേ ബഹുമാനിച്ചത് കൊണ്ടാണ് ഇന്നും അതെൻ്റെ കയ്യിൽ ഭദ്രമായി എൻ്റെ ഗോൾഡിൻ്റെ ഒപ്പം ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ
എന്ന് പറഞ്ഞ പോലെ ഉർവശിയുടെ പെട്ടി പോലത്തെ കുറേ സംഭവം എൻ്റെ കയ്യിലുണ്ട്. കാരണം അതെല്ലാം ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ 3 കുട്ടികളും നിങ്ങൾക്കറിയാം, അവർ കോമ്പറ്റീഷനാണ് നമ്മളെ എങ്ങനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. അതിനെ കൂടി ഒരാൾ കൂടി ചേരാൻ പോകുന്നു. അപ്പോൾ നമ്മളുടെ 3 മക്കൾക്കും ശക്തനായ ഒരു പോരാളി തന്നെയാണ് സാറ്റ്ന എന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ അവർ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. കാരണം സാറ്റ്ന അങ്ങനെയാണ്, നല്ല ഒരു നമ്മളെ സന്തോഷിപ്പിക്കാൻ ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് കണക്ക് കൂട്ടി. ശരിക്കും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. എങ്ങനെയാണ് മാസങ്ങൾക്ക് മുൻപേ എൻ്റെ മനസ്സിലിങ്ങനെ ഐഡിയ വരും, എങ്ങനെ എന്തൊക്കെ ചെയ്യണം, അവർക്ക് ഹാപ്പി ആകാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ള ഒരു ചിന്ത മാസങ്ങൾക്ക് മുൻപേ എൻ്റെ മനസ്സിൽ വന്നത് കണക്ക് കൂട്ടിയിട്ടൊക്കെയാണ് സാധാരണ ഞാൻ ചെയ്യാറ്. അപ്പോൾ എന്നെക്കാളും എനിക്കും ഒരു പോരാളിയാണ് സാറ്റ്നയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവളുടെ മനസ്സിൽ അത്രയും നന്മയുണ്ട്. അതുകൊണ്ടാണ് അവൾ നേരത്തെ തന്നെ കരുതി എല്ലാ കാര്യങ്ങളും ആ ദിവസം നമ്മളുടെ കയ്യിലെത്തിച്ചത്. അപ്പോൾ റിച്ചാർഡ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് മോളുടെ ഒരു ഓർഗനൈസേഷണൽ എബിലിറ്റിയെക്കുറിച്ച്. അത് വളരെ സത്യമാണെന്ന് ഇന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായി. അപ്പോൾ മോളെ മാത്രമല്ല നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, അവരുടെ പാരൻസിനെയും കൂടി അപ്രീഷിയേറ്റ് ചെയ്യണം. അവരാണല്ല കുട്ടീനെ ഇതുവരെ വളർത്തി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവരോടും ഇതിലൂടെ നമ്മൾ സ്നേഹം അറിയിക്കുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ജോലിയിലേക്ക് തിരിഞ്ഞ് ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് കുറച്ചധികം നേരം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ചെയേഴ്സുകൾ നമ്മുടെ വീട്ടിൽ കുറേ അധികം ഉണ്ടെങ്കിലും ഞങ്ങൾ പുറത്തുനിന്ന് ഇത്തിരി ചെയേഴ്സ്, ഒരു 10-12 ചെയേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ച്. ഭൂരിഭാഗവും ആളുകളിങ്ങനെ താഴെ പായൊക്കെ ഇട്ടിട്ട് കുറച്ച് പേര് താഴെ ഇരിക്കും, കുറച്ച് പേര് നമ്മളുടെ ചെയറിൽ അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് ഓരോ വീട്ടിൽ യൂണിറ്റ് മീറ്റിംഗ് നടത്തുന്നത്. പക്ഷേ ഇപ്പോഴായിട്ട് എനിക്കൊക്കെ താഴെയൊക്കെ ഇരിക്കാനായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച് താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയർ തന്നെ കൊടുക്കണമല്ല. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ചെയറുകൾ ഒരുപോലെയുള്ള ചെയറുകളൊന്നും ഇല്ലല്ലോ, എല്ലാം പല പല ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞ് എല്ലാം ഒരുപോലെ കിടക്കട്ടെ, നമുക്ക് പുറത്തുനിന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെയുണ്ട് ചെയറൊക്കെ വാടക കൊടുക്കണം. അപ്പോൾ അവിടെ നിന്ന് ഒരു 12 ചെയർ കൂടി എടുക്കുക. അപ്പോൾ അതെല്ലാം ഒരുപോലെ കിടക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ. പിന്നെ നമ്മളുടെ ഈ സെറ്റിയും മാത്രം ഇടുക. അപ്പോൾ 2 സിംഗിൾ സെറ്റി അച്ഛനും സിസ്റ്ററിനും ഇരിക്കാനും, പിന്നെ മറ്റേ 3 പേർക്ക് ഇരിക്കുന്ന 2 സെറ്റി അത് ആളുകൾ ഇരിക്കാനും, പിന്നെ 12 ചെയറും കൂടി ഇടാം. ആകെ 10-20 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊന്നും ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ അത്രയും മതി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ചെയർ എടുക്കാൻ പറഞ്ഞു പപ്പഴത്. അപ്പോൾ പറഞ്ഞു ഇവിടെ നമ്മളുടെ ഡൈനിങ് ചെയേഴ്സുകളും പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് ചെയേഴ്സൊക്കെ മുകളിൽ കിടക്കുന്നുണ്ട്, അതൊക്കെ ഇട്ടാൽ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഒരുപാട് ഇങ്ങനെ കളറും ഇത് ഇത്തിരി ഫെയ്ഡ് ആയിട്ടുണ്ട് പ്ലാസ്റ്റിക് ചെയേഴ്സിൻ്റെ. അപ്പോൾ അതിടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ പല തരത്തിലേക്ക് കിടക്കൂലേ, അത് വേണ്ട, ഇത് ഒരു ഇതുപോലെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മാതാവിൻ്റെ പൂവുകളൊക്കെ ഞാൻ അലങ്കരിച്ച് കഴിഞ്ഞ് പിന്നെ ഇനി ബാക്കിലൊക്കെ ഒരു തുണിയൊക്കെ കർട്ടൻ പോലെ ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്കൊരു ഐഡിയ ഇല്ല ആർക്കും. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പോലും ഇവർക്ക് ചെയ്യാൻ പറ്റൂല. പിന്നെ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇനി വേണ്ട, ഒരു ദേഷ്യപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം പപ്പയുടെ അടുത്തൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയ ഇല്ലാത്ത ആളുകളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നു അതിൻ്റെ അപ്പുറത്ത് അവർ ചെയ്യൂല. അപ്പോൾ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാകും എനിക്ക്. അങ്ങനെ ഞാൻ വിചാരിച്ച് വേണ്ട, ബാക്കിലൊരു തുണിയൊക്കെ കെട്ടിയിട്ട് അതിൽ കുറച്ച് സീരിയൽ ലൈറ്റൊക്കെ ഇടാമെന്നൊക്കെ വെച്ച്. പിന്നെയാണെന്നുണ്ടെങ്കിൽ സീരിയൽ ലൈറ്റ് കംപ്ലീറ്റ് മുകളിലെടുത്ത് വെച്ച് പോയി. നമ്മളുടെ സ്റ്റോറേജ് പ്ലേസിലേക്ക് ക്രിസ്മസ് കഴിഞ്ഞതോടുകൂടി ഓർക്കാതെ അതെടുത്ത് മുകളിലേക്കെല്ലാം വെച്ച്. ഇതിന് ഇത്തിരി സീരിയൽ ലൈറ്റ് താഴെ വെക്കണമായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് പ്ലേസിൽ പോയിട്ട് എടുക്കാം ഞാൻ എന്ന് പറഞ്ഞെങ്കിലും പപ്പയും ടയേർഡാണ്, കുറേ ജോലികളൊക്കെ ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു വേണ്ട, ഇനി മുകളിൽ കയറി അതെല്ലാം വലിച്ച് താഴ്ത്തിടണം ബോക്സുകൾ, എന്നിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് വേണ്ട, മാതാവിൻ്റെ രൂപ കൂടെ അല്ലെങ്കിൽ കുറച്ച് സീരിയലായിട്ട് ഉണ്ട്, അതും മതി, ഇനി കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് പപ്പനെ കൊണ്ട് എടുപ്പിച്ചില്ല. കാരണം റയനെ കയറ്റിയാലും അതിൻ്റെ അകത്ത് ആ ബോക്സുകളെല്ലാം വലിച്ചെടുക്കണം. ഏത് ബോക്സിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും മീതെ ബോക്സുകൾ വെച്ചേക്കണോണ്ട് എല്ലാം ഇങ്ങനെ മാറ്റി എടുക്കണം. അപ്പോൾ വേണ്ട, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് സീരിയൽ ലൈറ്റുകളൊന്നും തന്നെ ഇട്ടില്ല. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഇത്തിരി സീരിയൽ ലൈറ്റ് ഇടുന്നതാണ്. അങ്ങനെ പപ്പ 6 ചെയർ എടുത്തുകൊണ്ട് വന്ന്, റയനും 6 ചെയർ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത്. അപ്പം നമ്മളുടെ യൂണിറ്റിലെ അച്ഛൻ പറഞ്ഞേക്കുന്നത് ഒരു കട്ടൻ കാപ്പിയും
ഒരു കടിയും മാത്രം. കടി മീൻസ് ഒരു സ്നാക്ക്, അത് മാത്രം കൊടുക്കാൻ പാടുള്ളൂ. അതാവുമ്പോൾ അധികം ബുദ്ധിമുട്ട് കൂടാതെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പണ്ടേ അച്ഛൻ പറഞ്ഞു വെച്ചേക്കുന്നതാണ്. എങ്കിലും എല്ലാവരും 1ഉം 2ഉം ഒക്കെ സ്നാക്സ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. കാരണം കൊല്ലത്തിലൊരു ദിവസമൊക്കെ ആയിരിക്കുള്ളൂ നമുക്ക് ഈ യൂണിറ്റ് മീറ്റിംഗ് വരിക. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ആ ഒരു റൂം ഫ്രഷ്നർ തീർന്നിട്ടുണ്ടായിരുന്നു. അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാൽ ഓർഡർ ചെയ്യണം, ചായ എടുക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനൊരു ലിപ്സ്റ്റിക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അത് ഞാൻ വിചാരിച്ച കളറുമല്ല, ഞാൻ നല്ലൊരു കളറ് ആണെന്ന് വിചാരിച്ചെടുത്താണ്. അത് അത്ര ഒരു നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. അതെടുത്തിട്ട് അങ്ങനെ തന്നെ മാറ്റി വെച്ച് പിന്നെ അതിൻ്റെ കൂടെ 2-3 സാധനങ്ങളൊക്കെ മേടിച്ചു. പാലും ഈ റൂം ഫ്രഷ്നറും ആയിരുന്നു മെയിനായിട്ട് മേടിക്കാനുള്ളത്. പിന്നെ ഇത്തിരി ടിഷ്യൂ പേപ്പർ കൂടിയിട്ട് മേടിച്ച്. നമ്മുടെ വീട്ടിൽ റോളായിട്ടുള്ള ടിഷ്യൂ പേപ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ മേടിച്ച് അതും കൂടി വെച്ച്. പിന്നെ ഇതൊന്നും ഉപയോഗിച്ചില്ല, കാരണം നമ്മൾ ഫുഡ് കൊടുത്തതേ ഒരു പാക്കറ്റിലായതുകൊണ്ട് എന്നെയും ആരും തന്നെ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടിയും വന്നില്ല. അതെടുത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ അവിടെ ഇരുന്ന്. അപ്പോൾ റിച്ചാർഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മമ്മി ഇന്നിപ്പോൾ വെഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ അതുകൊണ്ട് ബിരിയാണി എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ആ ബിരിയാണി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഒരിത്തിരി മാത്രം കഴിച്ചിട്ട് എല്ലാവരും പോകും. ഇതാകുമ്പോൾ ഈ ഒരു ബോക്സിൽ നമുക്ക് അവരുടെ വീട്ടിലേക്കും കൂടി കൊടുത്തു വിടാൻ സാധിക്കും, വീട്ടിലുള്ള ആളുകൾക്ക് കൂടിയിട്ട് കഴിക്കാൻ കൊടുത്തു വിടാൻ സാധിക്കും. മറ്റേത് ബിരിയാണി ആകുമ്പോൾ ഇവിടെ വരണവർ കുറച്ചൊന്ന് കഴിച്ചെന്ന് വരുത്തിയിട്ട് പോകും. പിന്നെ നമ്മളുടെ യൂണിറ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ടൈം ഉണ്ട്, അതിനുള്ളിൽ തീർക്കണം. അപ്പോൾ ബിരിയാണി കഴിച്ചിരുന്ന് കഴിഞ്ഞാലൊക്കെ ടൈമൊക്കെ ഒരുപാട് പോകും. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊരു സ്നാക്കിൻ്റെ ഒരു ബോക്സ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്കത് വീട്ടുകാരുമായിട്ടും ഷെയർ ചെയ്യാം, വീട്ടുകാർക്ക് നമുക്ക് കൊടുത്തു വിടാൻ സാധിക്കും. നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, ഇങ്ങനെ വിളമ്പിയെടുക്കണ കാര്യങ്ങളൊന്നുമില്ല, ഓരോ പാക്കറ്റായിട്ട് എല്ലാവർക്കും കൊടുത്തു വിടാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കഴിഞ്ഞ് ഞാനും പപ്പയും കുളിച്ച് വൃത്തിയായി വസ്ത്രം മാറിയൊക്കെ വന്ന് ഇനിയിപ്പോൾ ആളുകൾ വന്ന് തുടങ്ങും. പ്രാർത്ഥനയുടെ സമയമാണ്. പ്രാർത്ഥനയ്ക്ക് ഒരുവിധം ആകുമ്പോഴാണ് അച്ഛൻ വരണത്. അപ്പോൾ നമ്മളുടെ നടയിലെ ലൈറ്റ് പോയത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. നടയിലെ ലൈറ്റ് എന്തോ ഒരു അപാകത നടയിലുണ്ടെന്ന് എനിക്ക് തോന്നി, പക്ഷേ എന്താണ് സംഭവമൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഒരുപാട് ലൈറ്റ് നമ്മളുടെ വീടിൻ്റെ അകത്ത് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നടയിലെ ലൈറ്റാണ് പോയേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ നമ്മളുടെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപം അപ്പൊ എല്ലാവിധ പ്രാർത്ഥന ആശംസയും മണ്ടത്തോടെ ശീതമൊക്കെ സോപ്പിട്ട് പോട്ടാ ആദ്യം ഇഞ്ചക്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. റെക്കോർഡ് തുടങ്ങിയില്ലേ? അപ്പൊ നമ്മുടെ ചേട്ടൻ ചേച്ചിയുടെ ഈ 33ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഏറ്റവും സന്തോഷമായിട്ട് നമുക്ക് ഒരുമിച്ച് പോയി 31 ഒരുമിച്ച് നമുക്ക് തന്നെ ഇന്നത്തെ ദിവസം യൂണിറ്റും എല്ലാം വന്നു. അതേ പ്രതീക്ഷിക്കാതെ നമുക്ക് ഇത് കട്ടിങ് കിട്ടി. അപ്പൊ ഏറ്റവും അല്ലെ കേക്ക് ഒരു സ്പെഷ്യലാ. അപ്പൊ ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും പ്രാർത്ഥന നിങ്ങൾക്കും കുടുംബത്തിനും ഞങ്ങളുടെ യൂണിറ്റിന്റെയും ഇടവകയുടെ എന്റെ ജോസ് പ്ലാച്ചിന്റെ പേരിന് നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് ഞങ്ങൾ ഇഷ്ടം കുടിക്കാമല്ലോ. അപ്പൊ കയ്യടിയൊക്കെ ആവാം. അത് നിങ്ങളുടെ എല്ലാവരും പേരില് ഈ പകുതി അവിടെ കൊടുത്താൽ അപ്പൊ നല്ലൊരു കൈയ്യടി ആകാമല്ലോ. താങ്ക് യു. അതിന് നന്ദിക്കുന്നു പറയും എല്ലാവരും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ യൂണിറ്റിൽ നമ്മളുടെ വികാരി അച്ഛൻ ഫാദർ പ്രിൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സിസ്റ്റേഴ്സും വരണമായിരുന്നു, പക്ഷേ സിസ്റ്റേഴ്സ് ഒന്നും വന്നിട്ടില്ല. അവർ പല യൂണിറ്റുകളിലേക്കും സ്പ്ലിറ്റായി പോയതുകൊണ്ട് നമ്മളുടെ വീട്ടിലേക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ കൊടുത്ത സ്നാക്സ് ഇതാണ്. അപ്പോൾ വന്നവർക്ക് മാത്രമല്ല അവരുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് കൂടിയിട്ടും നമുക്ക് കൊടുത്തുവിടാൻ സാധിച്ച് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
അപ്പോൾ ഇന്ന് പപ്പയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് റൂബിക്ക് ഒരു ട്രീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് റയൻ പോയി മേടിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ജെർക്കി. അങ്ങനെ അവൾക്ക് ഒരു ചെറിയ ട്രീറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്ക് കട്ട് ചെയ്ത കേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കല്ല. ഞാൻ അങ്ങനെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടാകുമെന്ന് ഒന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് എവിടെ കേക്ക് കട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, കേക്കൊന്നും മേടിച്ചിട്ടില്ല, അല്ലേ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ തന്നെ എൻ്റെ അയൽവാസിയും ഫ്രണ്ടുമായിട്ടുള്ള ജാൻസി അപ്പം തന്നെ വീട്ടിൽ പോയിട്ട് മോൾക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച കേക്ക് എടുത്തുകൊണ്ട് വന്ന് അത് വലിയൊരു മനസ്സായിട്ട് എനിക്ക് തോന്നി. കാരണം മോൾക്ക് ഉണ്ടാക്കി വെക്കുന്ന അത്രയും നല്ലൊരു കേക്കാണ് അത്. മറ്റൊരാൾക്ക് കൊടുക്കാൻ പെട്ടെന്ന് ആർക്കും തോന്നില്ല. പക്ഷേ ജാൻസി അത് ഓടിപ്പോയിട്ട് എടുത്തുകൊണ്ട് വന്നു. ഓടിപ്പോയിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തൊട്ട് ബാക്കിലുള്ള വീടാണെങ്കിലും ചുറ്റിക്കറങ്ങി പോകണം, കുറച്ച് വഴിയുണ്ട് അങ്ങോട്ട് പോകാൻ. എങ്കിലും ഓടിപ്പോയിട്ട് പുള്ളിക്കാരി അത് എടുത്തുകൊണ്ട് വന്ന് അതാണ് നമ്മളിന്ന് കട്ട് ചെയ്ത കേക്ക്. അപ്പോൾ ജാൻസിയോടും പ്രത്യേകം നന്ദിയാണ് ഇതിലൂടെ ഞാൻ അറിയിക്കുന്നത് കേട്ടോ. അത്രയും സന്തോഷം തോന്നി അങ്ങനെ ആ ഒരു കേക്ക് കൊണ്ടുവന്ന് തന്നതിൽ. നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ ആ പേർപ്പിൾ കളറുള്ള സാരി ഉടുക്കാൻ വേണ്ടി രാവിലെ ഇങ്ങനെ എടുത്തപ്പോഴാണ് അണ്ടർസ്കേർട്ട് മേടിച്ചിട്ടില്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിയത്. അപ്പോൾ തന്നെ ഞാൻ ജാൻസിനെ വിളിച്ചത്. അപ്പോൾ തന്നെ ജാൻസി കയ്യിലുള്ള അണ്ടർസ്കേർട്ട് എനിക്ക് സ്വന്തമായിട്ട് തന്നെ തന്നു. അത് ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ജാൻസി തന്നെയാണ് കേക്കും എനിക്ക് കൊണ്ടുവന്ന് തന്നത് കേട്ടോ. പിന്നെ ഈ 3 ഡ്രസ്സ് ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു. കുറേ ദിവസമായിട്ടുണ്ട്, പക്ഷേ ഓൾട്ടർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അന്നത്തെ ദിവസം ഇടാൻ സാധിച്ചില്ല. അന്ന് ഞാൻ നേരത്തെ ഇട്ടൊരു ഡ്രസ്സ് തന്നെയായിരുന്നു വെഡിങ് ആനിവേഴ്സറിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഓൾട്ടർ ചെയ്തിട്ടൊക്കെ ഇട്ട് കാണിക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്